കെ.ആർ. ഗൗരിയമ്മ ഓർമ്മയായിട്ട് ഇന്നേക്ക് 5 കൊല്ലം തികയുന്നു. കേരളം ഇന്നേവരെ കണ്ട ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ മുൻനിരയിലുള്ള നേതാവായിരുന്നു കെ.ആർ. ഗൗരിയമ്മ. ഒരു അയൺ ലേഡി, കരുത്തുള്ള വനിത. കേരളത്തിന്റെ വിപ്ലവ പഥങ്ങളിൽ സമരവീര്യത്തിന്റെ കരുത്തു പകർന്ന നേതാവ്. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ പോരാട്ടത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പടിയിറക്കത്തിന്റെയും സമാനതകളില്ലാത്ത ഏടുകൾ എഴുതിച്ചേർത്ത അപൂർവ വ്യക്തിത്വം. അതായിരുന്നു കെ.ആർ. ഗൗരിയമ്മ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ ഗൗരിയമ്മ 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. കേരള നിയമസഭയിൽ 2 തവണ ചേർത്തല മണ്ഡലത്തെയും 8 തവണ അരൂർ മണ്ഡലത്തെയും പ്രതിനിധീകരിച്ചു. 1952 തിരുക്കൊച്ചി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ഗൗരിയമ്മയുടെ കന്നി വിജയം. കേരള നിയമസഭയിലേക്ക് ആദ്യമായി നടന്ന 1957 തെരഞ്ഞെടുപ്പിൽ ചേർത്തലയിൽ നിന്ന് വിജയിച്ച കെ.ആർ. ഗൗരിയമ്മ പ്രഥമ EMS മന്ത്രിസഭയിൽ റവന്യൂ, എക്സൈസ്, ദേവസ്വം മന്ത്രിയായി. മന്ത്രിയായി 6-ാം ദിവസം കൊണ്ടുവന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ഗുണം ചെയ്തത് 28 ലക്ഷം കുടുംബങ്ങൾക്ക്. 1967 2-ാം EMS മന്ത്രിസഭയിലും 1980 1-ാം നായനാർ മന്ത്രിസഭയിലും 1987 2-ാം നായനാർ മന്ത്രിസഭയിലും അംഗമായി. പാർട്ടിക്കെതിരായ പരാമർശങ്ങളെ തുടർന്ന് 1994 CPIM-ൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പാർട്ടിയുണ്ടാക്കി. അരൂരിൽ നിന്ന് UDF-നൊപ്പം നിന്ന് മത്സരിച്ച കെ.ആർ. ഗൗരിയമ്മ 1996 ആന്റണി മന്ത്രിസഭയിലും 2001 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായി. കേരള രാഷ്ട്രീയത്തിലെ സ്ത്രീ പ്രാതിനിധ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യവും രാഷ്ട്രീയ ഭൂമികയിലെ ജ്വലിച്ചുനിന്ന വിപ്ലവ നക്ഷത്രവുമായ കെ.ആർ. ഗൗരിയമ്മ 102-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. കെ.ആർ. ഗൗരിയമ്മയ്ക്ക് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.